എന്താണ് മോനെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുന്നത്? അപ്പോൾ പറഞ്ഞു ഇപ്പം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മാത്സ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് ഏത് സാറിനെയാണ് ഇഷ്ടം? അപ്പോൾ ഞാൻ സ്കൂളിലെ ഒരു സാറിൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ സാറിനോട് ഞാൻ സംസാരിക്കാം. എന്നിട്ട് സാറിൻ്റെ വീട്ടിൽ ഞാൻ ഡെയിലി ഒരു മാസത്തേക്ക് ഡെയിലി എൻ്റെ പണിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ അജ്മാനിലേക്ക് അവനെ ട്യൂഷൻ കൊണ്ടുവിട്ടു. സത്യം ആ ഒരു സബ്ജക്റ്റിൽ അവൻ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിലും 90% മാർക്ക് അവൻ സ്കൂളിൽ എടുത്തു എന്നുള്ളതാണ്. ആ അധ്യാപകൻ അവൻ്റെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞങ്ങളുടെ ഇടപെടൽ ആസ് എ പാരൻറ്റ് അവനെ വഴക്ക് പറയുന്നതിന് പകരം അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ വലിയൊരു കോൺഫിഡൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റാണ് ബഷീർ. പിന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ് ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ പഠിച്ചതൊക്കെ നമുക്കൊരു അധ്യാപകൻ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആ അധ്യാപകൻ്റെ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കും, ശ്രദ്ധിച്ചല്ലേ? പക്ഷെ ആ അധ്യാപകൻ ഇവിടെ ചെയ്തത് ബാക്കി സബ്ജക്റ്റും കൂടി നീ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഇപ്പൊ ഭയങ്കര ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആ ക്ലാസ് മാറ്റി തരട്ടെ വേറെ ക്ലാസ്സിലേക്ക്? വേണ്ട, ഇപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് പഠിച്ച് മാർക്കെടുത്ത് കാണിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. ആ ഒരു ചാലഞ്ച് അവൻ എടുക്കാൻ പറ്റിയ ഒരു അധ്യാപകന്റെ ഇടപെടൽ കൊണ്ട്. ഇത്തരത്തിലുള്ള മെന്റർഷിപ്പാണ് ശരിക്കും അധ്യാപകർ ചെയ്യേണ്ടത്.